ടി.പി. സെൻകുമാറും നമ്പി നാരായണനും നേർക്കുനേർ വെല്ലുവിളിക്കുമ്പോൾ പകച്ചു നിൽക്കുന്നത് കേരളമാണ്. ഇരട്ടച്ചങ്കൻ ടി.പി. സെൻകുമാറിന് പോരാട്ടവീര്യം തുളുമ്പുന്ന നമ്പി നാരായണന്റെ വാക്കുകൾ ഉശിരുള്ളത് തന്നെ. നമ്പി നാരായണനെ തളർത്തുക അത്ര എളുപ്പമല്ല, സെൻകുമാറിനെ തീർക്കുക ഒട്ടുമേ എളുപ്പമല്ല. രണ്ടുപേരും പോരാട്ടവീര്യത്തിൽ പുലിക്കുട്ടികൾ തന്നെ. ചാരക്കേസിൽ കുടുക്കി പണി തീർത്ത് ഇഞ്ചിപ്പരുവത്തിലായ നമ്പി നാരായണൻ പിന്നെ ഉജ്ജ്വലമായി ഉദിച്ചുയരുന്ന കാഴ്ച കേരളം കണ്ടതാണ്. അതൊരു പോരാട്ട വീര്യമായിരുന്നു, പോരാട്ട കഥയായിരുന്നു. കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും വെല്ലുവിളിച്ച് നിയമത്തിന്റെ വഴിയെ പോരാടി ഇറക്കിവിട്ടവരോട് മറുപടി ചോദിച്ച് ഇറക്കിവിട്ട അതേ കസേരയിൽ കയറി തിരിച്ചിരുന്നവനാണ് ടി.പി. സെൻകുമാർ. മലയാളിക്ക് കൗതുകമാകുന്നത് സെൻകുമാർ നമ്പി നാരായണനെ വെല്ലുവിളിക്കുമ്പോഴാണ്. പത്മ പുരസ്കാരത്തിന് നമ്പി നാരായണന് ഒരവകാശവുമില്ല എന്ന് വെട്ടിത്തുറന്ന് സെൻകുമാർ പറയുമ്പോൾ, പത്മ പുരസ്കാരത്തിന് ഒരവകാശവും നമ്പി നാരായണനില്ല എന്ന് സെൻകുമാർ മുഖത്തടിച്ച് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യക്തിവിരോധമുണ്ട്. സെൻകുമാറിനെ എല്ലാ കാലത്തും നയിക്കുന്നത് വ്യക്തിവിരോധവും തന്നിഷ്ടവുമാണെന്ന് പറഞ്ഞു വരുത്തുന്നവർക്ക് വീണ്ടും ഒരു ആയുധം വീണ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ പെട്ടുപോകുന്നത് ബി.ജെ.പിയും. ഇടം കൈയിൽ സെൻകുമാറും വലം കൈയിൽ നമ്പി നാരായണനെയും സൂക്ഷിച്ചിരുന്ന ബി.ജെ.പിക്ക് ഇടത്തും വലത്തുമിരുന്നിവർ വഴക്ക് കൂടുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ ചെവി പൊത്തിയിരിക്കാനേ കഴിയുന്നുള്ളൂ. ഇത് വൈപരീത്യം തന്നെ. ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിന്റെ ചിന്താമണ്ഡലങ്ങളിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട ബിംബങ്ങളായി നമ്മൾ പ്രതിഷ്ഠിച്ച സെൻകുമാറും നമ്പി നാരായണനുമാണ് ഈ ദുര്യോഗം. നമ്പി നാരായണന് പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ആദരിക്കപ്പെടേണ്ട ഒരു സംഭാവനയും അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടില്ലെന്നും സെൻകുമാർ തുറന്നടിച്ചു തന്നെയാണ് പറഞ്ഞത്. ആരാണ് ഇദ്ദേഹത്തെ ഇതിനായി ശുപാർശ ചെയ്തത്? അവർ തന്നെ ഇതിൽ വിശദീകരണം നൽകണമെന്നും സെൻകുമാർ ആവശ്യപ്പെട്ടു. കുറിക്കുകൊള്ളുന്ന ഈ വാക്കുകൾ ചെന്ന് പതിച്ചത് ബി.ജെ.പി. നേതൃത്വത്തിലും. ബി.ജെ.പി. പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു, ആരാണ് ശുപാർശ ചെയ്തത് അവർ തന്നെ ഇതിന് മറുപടി പറയട്ടെ. അത്തരത്തിൽ ശ്രീധരൻപിള്ള പറയുമ്പോൾ ശ്രീധരൻപിള്ള ചിന്തിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിലാണ് പത്മ പുരസ്കാരത്തിലേക്ക് നമ്പി നാരായണൻ നടന്നെടുത്തത് എന്ന് തന്നെയായിരുന്നു. ISROയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി തന്നെ അത്തരത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധി തന്നെ ഇരിക്കെ എങ്ങനെയാണ് ആ സമിതി കണ്ടെത്തൽ നടത്തുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തിന് നൽകാൻ ശുപാർശ ചെയ്യുന്നത്? ഇതായിരുന്നു സെൻകുമാറിന്റെ ചോദ്യം. എന്നാൽ അല്പസമയത്തിനുള്ളിൽ പത്മ പുരസ്കാരത്തിന് നമ്പി നാരായണനെ ശുപാർശ ചെയ്തത് ബി.ജെ.പി. MP രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ള വാർത്ത പുറത്തു വന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പിയെ വെട്ടിലാക്കി. ഉരുളയ്ക്കുപ്പേര് പോലെ നമ്പി നാരായണൻ ടി.പി. സെൻകുമാറിനെതിരെ തുറന്നടിച്ചുള്ള മറുപടി തൊട്ടുപിറകെ. തനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് സെൻകുമാർ പുറത്തുവിടണമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നമ്പി നാരായണൻ രംഗത്തെത്തി. ഇത്രയും പ്രമാദമായ കേസിൽ തനിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ അത് സെൻകുമാർ തന്നെ കോടതിയിൽ ഹാജരാക്കണം, അല്ലാതെ അവ വച്ചിരിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും നമ്പി നാരായണൻ കൂട്ടിച്ചേർത്തു. പത്മഭൂഷൺ ലഭിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ സെൻകുമാറിനോട് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ എന്നും നമ്പി നാരായണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ എവിടെ പോയാലും സെൻകുമാറിന് ഒറ്റ വോട്ട് കിട്ടില്ല. ഈ വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള പ്രതികരിക്കാത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണെന്നും നമ്പി നാരായണൻ കൂട്ടിച്ചേർത്തു. ഈ വാഗ്വാദങ്ങൾക്കിടെ സെൻകുമാറിനെ പരിഹസിച്ച് സംവിധായകൻ V.C. അഭിലാഷ് രംഗത്തെത്തി. മിനിഞ്ഞാന്ന് മൂത്രമൊഴിക്കാൻ പുറത്തേക്കിറങ്ങുന്ന പാതിരാ നേരത്ത് ഇന്ത്യ ഒരു റോക്കറ്റ് പുറത്തുവിട്ടിരുന്നു. സെൻകുമാർ അത് അറിഞ്ഞു കാണുമല്ലോ. നമ്പി നാരായണൻ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സംവിധായകൻ V.C. അഭിലാഷിന്റെ വിമർശനം. ശ്രീമാൻ സെൻകുമാർ അറിയാൻ, മിനിഞ്ഞാന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അതായത് താങ്കൾ മൂത്രമൊഴിക്കാൻ പുറത്തേക്കിറങ്ങുന്ന ആ പാതിരാ നേരത്ത് ഇന്ത്യ ഒരു റോക്കറ്റ് മാനത്തേക്ക് വിജയകരമായി പുറത്തുവിട്ടു. അതിൻ്റെ പേര് PSLV-C 44. ഈ റോക്കറ്റ് നിങ്ങൾ പരിഹസിച്ച നമ്പി നാരായണൻ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇതായിരുന്നു ഫേസ്ബുക്കിലൂടെ അഭിലാഷ് സെൻകുമാറിനോട് ചോദിച്ചത്. ആ റോക്കറ്റിലെ സെക്കൻഡ് സ്റ്റേജിലെ 4 എഞ്ചിനുകൾ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞന്റെ പ്രതിഭയുടെ സൃഷ്ടിയാണ്. ഇന്നോളം ഒരു പരാജയവും നേരിടാത്ത മംഗൾയാനടക്കം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ വികാസ് എഞ്ചിന്റെ ചരിത്രം സമയം കിട്ടുമ്പോൾ ഗൂഗിളിൽ തപ്പി നോക്കുക. അങ്ങനെ ഏമാന് വിവരം വയ്ക്കട്ടെ. പച്ചയായ ഈ വിമർശനങ്ങൾക്കിടയിലും സെൻകുമാറും
നമ്പി നാരായണനും തമ്മിലുള്ള പോര് തുടരുകയാണ്. നെഞ്ചിടിപ്പോടെ കേരളവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.